Chapter 4 Web Technology Part 3 Domain Name System run ചെയ്യുന്ന സെർവറിൻ്റെ പേരാണ് DNS server. What is the purpose of DNS server? It returns the IP address of a domain name requested by the client computer. നമ്മൾ ബ്രൗസറിലൂടെ ഒരു URL ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ URLൻ്റെ ഒരു പാർട്ടായ ഡൊമൈൻ നെയിം DNS സെർവറിലേക്ക് സെൻഡ് ചെയ്യുകയും ആ ഡൊമൈൻ നെയിമിൻ്റെ കറസ്പോണ്ടിങ് IP അഡ്രസ് DNS സെർവറിൽ നിന്ന് ക്ലയൻറ്റ് കമ്പ്യൂട്ടറിലേക്ക് കിട്ടുകയും ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് ഡൊമൈൻ നെയിമിൻ്റെ IP അഡ്രസ് ലഭിക്കുന്നതിനായി DNS സെർവറിനുള്ളിൽ ഒരു നെറ്റ്വർക്കിംഗ് സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നുണ്ട്. ആ സോഫ്റ്റ്വെയറിനുള്ളിലൊരു ഡേറ്റാബേസ് ഉണ്ട്. ആ ഡേറ്റാബേസിൽ എന്താണ് സ്റ്റോർ ചെയ്തിരിക്കുക? ഡൊമൈൻ നെയിമും ആ ഡൊമൈൻ നെയിമിൻ്റെ കറസ്പോണ്ടിങ് IP അഡ്രസ്സും ഈ ഒരു ഡേറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഡൊമൈൻ നെയിം സിസ്റ്റത്തിനുള്ളിൽ ഇതുപോലെ അനേകം DNS സെർവർ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. കാരണം നമ്മൾ ഓരോ സമയവും ഇൻ്റർനെറ്റിൽ വെബ്സൈറ്റ്സോ വെബ് പേജസോ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഓരോ വെബ്സൈറ്റിൻ്റെയും ഡൊമൈൻ നെയിമിന് ഇക്വലൻ്റ് ആയിട്ടുള്ള IP അഡ്രസ് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതിനായി DNS സെർവേഴ്സ് ഒരു ഹയറാർക്കി രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് ടോപ്പ് ലെവൽ ഹയറാർക്കി ആൻഡ് ലോവർ ലെവൽ ഹയറാർക്കി. ടോപ്പ് ലെവൽ ഹയറാർക്കിയിൽ 13 റൂട്ട് സെർവേഴ്സാണ് വരുന്നത്. A മുതൽ M വരെയുള്ള ആൽഫബറ്റ്സ് ഉപയോഗിച്ച് ഈ റൂട്ട് സെർവേഴ്സിനെ നെയിം ചെയ്തിട്ടുണ്ട്. ടോപ്പ് ലെവൽ ഹയറാർക്കിയിൽ വരുന്നത് നെയിം സെർവർ ഇൻഫർമേഷൻസ് ആണ്. അതായത് ജനറിക് ടോപ്പ് ലെവൽ ഡൊമൈൻസായ .com, .org പോലുള്ള ഡൊമൈൻസിൻ്റെ ഇൻഫർമേഷൻ, അതുപോലെ .in, .uk എന്നുള്ള കൺട്രി സ്പെസിഫിക് ഡൊമൈൻ അഡ്രസ്സസ്, ഇങ്ങനെ വരുന്ന ഇൻഫർമേഷൻസാണ് ഈ 13 റൂട്ട് സെർവേഴ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. മറ്റുള്ള എല്ലാ DNS സെർവേഴ്സും ലോവർ ലെവൽ ഹയറാർക്കിയിലാണ് ഉണ്ടാവുക. അതായത് ISP DNS സെർവർ നമ്മൾ പറഞ്ഞു, അതുപോലെയുള്ള DNS സെർവേഴ്സ് എല്ലാം തന്നെ ലോവർ ലെവൽ ഹയറാർക്കിയിലാണ് വരിക. സെവറൽ കോപ്പീസ് ഓഫ് ദീസ് റൂട്ട് സെർവേഴ്സ് ആർ പ്ലേസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് അറൗണ്ട് ദി ഗ്ലോബ്. ഈ റൂട്ട് സെർവേഴ്സിൻ്റെ കോപ്പീസ് പല ലൊക്കേഷൻസിലായി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിലൂടെയാണ് ഇൻ്റർനെറ്റ് വഴി നമുക്ക് IP അഡ്രസ് ലഭ്യമാവുക. അത് കാണിച്ചിരിക്കുന്ന പിക്ചറാണിത്. റൂട്ട് സെർവേഴ്സ് അറൗണ്ട് ദി ഗ്ലോബ്. റൂട്ട് സെർവേഴ്സിൻ്റെ കോപ്പീസ് പ്ലേസ് ചെയ്തിരിക്കുന്ന ലൊക്കേഷനാണ് റെഡ് ഡോട്ട്സിലൂടെ കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് DNS സെർച്ച് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാം. കേരള ഗവൺമെൻറ്റിൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റാണ് എക്സാമ്പിളായി പറയുന്നത് www.keralapolice.org. ഇങ്ങനെ ഒരു ഡൊമൈൻ നെയിം നമ്മൾ ബ്രൗസറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇതിൻ്റെ IP അഡ്രസ് നമുക്ക് എങ്ങനെയാണ് ലഭ്യമാകുന്നത്? നേരത്തെ നമ്മൾ പഠിച്ചു DNS സെർവറിൽ നിന്നാണ് നമുക്കിത് ലഭ്യമാകുന്നതെന്ന് പഠിച്ചു. പക്ഷേ ആ പ്രോസസ്സ് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ അത്രയും സിമ്പിളല്ല. കുറച്ച് അധികം സെർച്ചസ് പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ DNS സെർച്ച് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ബ്രൗസർ വഴി വിസിറ്റ് ചെയ്യുന്ന എല്ലാ വെബ്സൈറ്റ്സിൻ്റെയും IP അഡ്രസ് ബ്രൗസറിൻ്റെ ക്യാഷിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ബ്രൗസറിൻ്റെ ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? ബ്രൗസറിൻ്റെ ഒരു ലോക്കൽ മെമ്മറി. ചുരുക്കി പറയുമ്പോൾ ബ്രൗസേഴ്സ് ക്യാഷ് എന്നായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്, ക്യാഷ് മെമ്മറിക്കകത്ത് കുറച്ച് സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് റീസെൻ്റ്ലി വിസിറ്റ് ചെയ്ത എല്ലാ വെബ്സൈറ്റ്സിൻ്റെയും IP അഡ്രസ് മാത്രം ബ്രൗസറിനുള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഏറ്റവും അടുത്തതായി വിസിറ്റ് ചെയ്ത വെബ്സൈറ്റ്സിൻ്റെ IP അഡ്രസ് ബ്രൗസറിനുള്ളിൽ സ്റ്റോർ ചെയ്ത് വച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു DNS സെർച്ച് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം ബ്രൗസർ സെർച്ച് ചെയ്യുന്നത് അതിൻ്റെ ലോക്കൽ ക്യാഷിൽ തന്നെയാണ്. അവിടെ നിന്നും ഈ ഒരു ഡൊമൈൻ നെയിമിൻ്റെ IP അഡ്രസ് കിട്ടുന്നുണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നു. അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈസിയായി നേരിട്ട് ആ IP അഡ്രസ് സൂചിപ്പിക്കുന്ന വെബ് സെർവറിലേക്ക് കണക്ട് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻ പ്രൊസീഡ് ചെയ്യാം. ഇനി അവിടെ ഇല്ല എങ്കിൽ അടുത്തതായി ബ്രൗസർ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലോക്കൽ ക്യാഷിൽ സെർച്ച് ചെയ്യുകയാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എവിടെയുള്ളതാണ്? നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിനുള്ളിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലോക്കൽ ക്യാഷിൽ IP അഡ്രസ് ഉണ്ടോ എന്ന് ബ്രൗസർ ചെക്ക് ചെയ്ത് നോക്കുന്നു. അവിടെ നിന്ന് IP അഡ്രസ് കിട്ടുകയാണെങ്കിൽ കറസ്പോണ്ടിങ് വെബ്സൈറ്റുമായി കണക്ട് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ പ്രൊസീഡ് ചെയ്യുന്നു. അവിടെ നിന്നും കിട്ടിയില്ല എങ്കിലോ നമ്മുടെ ISPയുടെ DNS സെർവറിൽ സെർച്ച് ചെയ്യുന്നു. ISP അറിയാലോ, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. നമുക്ക്
ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കി തരുന്ന കമ്പനീസാണ്. ഓരോ ISPക്കും ഓരോ DNS സെർവർ ഉണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. ഈ ഒരു ഡൊമൈൻ നെയിമിൻ്റെ റിക്വസ്റ്റ് DNS സെർവർ പാസ് ചെയ്യുന്നു. അവിടെ നിന്നും IP അഡ്രസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നു. അവിടെ നിന്നും കിട്ടിയില്ല എങ്കിൽ ISPയുടെ DNS സെർവർ തന്നെ ഒരു സെർച്ചിങ് പ്രോസസ്സ് ആരംഭിക്കുന്നു. ആ സെർച്ചിങ് എന്ന് പറയുന്നത് റൂട്ട് സെർവർ മുതൽ എല്ലാ സെർവേഴ്സും സെർച്ച് ചെയ്യുന്നു അൺടിൽ ഇറ്റ് റിസീവ്സ് ദ IP അഡ്രസ്. അതായത് ISPയുടെ DNS സെർവർ തന്നെ ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ട് ഒരു സെർച്ചിങ് പ്രോസസ്സിലേക്ക് കടക്കുന്നു. ഇവിടെ റൂട്ട് സെർവർ മുതൽ എല്ലാ സെർവേഴ്സും സെർച്ച് ചെയ്യുകയാണ്. IP അഡ്രസ് കിട്ടുന്നത് വരെയും ഈ സെർച്ച് പ്രൊസീഡ് ചെയ്യുന്നതാണ്. ആ സെർച്ചിലൂടെ IP അഡ്രസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ബ്രൗസറിലേക്ക് സെൻഡ് ചെയ്യുന്നു. ബ്രൗസർ ആ IP അഡ്രസ്സുള്ള വെബ് സെർവറിലേക്ക് കണക്ട് ചെയ്യുന്നു. കമ്മ്യൂണിക്കേഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. www.keralapolice.org എന്നുള്ള വെബ്സൈറ്റിലെ വെബ് പേജ് നമ്മുടെ ബ്രൗസറിനുള്ളിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഇൻ കേസ് റൂട്ട് സെർവറിൽ സ്റ്റാർട്ട് ചെയ്ത് പെർഫോം ചെയ്ത റിക്കർസീവ് സെർച്ചിൽ IP അഡ്രസ് കണ്ടെത്താൻ സാധിച്ചില്ല എങ്കിൽ സെർവർ നോട്ട് ഫൗണ്ട് എന്നുള്ള മെസ്സേജ് ബ്രൗസർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. DNS സെർച്ച് ഈ ഒരു ഫിഗറിലൂടെ കാണിച്ചിട്ടുണ്ട്. നോക്കി മനസ്സിലാക്കുക. എക്സാമ്പിൾസ് ഓഫ് വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർസ്. നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ആയി ഈ ചാപ്റ്ററിൽ. അപ്പം നിങ്ങൾ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കൃത്യമായി പഠിച്ചു വയ്ക്കുക. എക്സാമ്പിൾസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ 4 എക്സാമ്പിൾസും കൃത്യമായി പഠിച്ചു വയ്ക്കുക. ബ്ലൂഫിഷ്, ബൂട്ട്സ്ട്രാപ്പ്, അഡോബ് ഡ്രീംവീവർ, മൈക്രോസോഫ്റ്റ് എക്സ്പ്രഷൻ വെബ്. ഇതാണ് വെബ് ഡിസൈനിങ് സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾസ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. നമുക്ക് ആദ്യം സ്റ്റാറ്റിക് വെബ് പേജസ് എന്താണെന്ന് നോക്കാം. സ്റ്റാറ്റിക് വെബ് പേജസ് ആർ വെബ് പേജസ് ദാറ്റ് റിമെയിൻ ദ സെയിം ഓൾ ദ ടൈം അൺടിൽ ദെയർ കോഡ് ഈസ് ചേഞ്ച്ഡ് മാനുവലി. നമ്മൾ ചില വെബ് പേജസ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അതിൻ്റെ കണ്ടൻസ് ഒരിക്കലും ചേഞ്ച് ചെയ്യില്ല. എത്ര പ്രാവശ്യം എടുത്താലും അത് ഒരുപോലെ തന്നെ കാണപ്പെടുള്ളൂ. അങ്ങനെയുള്ള ചേഞ്ചസ് വരുത്താത്ത, അപ്പിയറൻസ് എപ്പോഴും ഒരുപോലെ ഇരിക്കുന്ന വെബ് പേജസിനെയാണ് സ്റ്റാറ്റിക് വെബ് പേജസ് എന്ന് പറയുന്നത്. എല്ലായ്പ്പോഴും ഒരുപോലെ തന്നെ കാണപ്പെടുന്ന, ചേഞ്ചസ് ഇല്ലാത്ത വെബ് പേജസ് ആണ് സ്റ്റാറ്റിക് വെബ് പേജസ്. ഡൈനാമിക് വെബ് പേജസ് എപ്പോഴും മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടൻസ് ഉള്ള വെബ് പേജസ് ആണ് ഡൈനാമിക് വെബ് പേജസ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഡൈനാമിക് വെബ് പേജസിൻ്റെ കോഡ് റൺ ചെയ്യുന്നത് സെർവറിലാണ്. അതുകൊണ്ട് തന്നെ ഓരോ സമയവും ആ പേജ് നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ കണ്ടൻസ് മാറിക്കൊണ്ടിരിക്കും. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് റിസൾട്ട് നോക്കാൻ എടുക്കുന്ന വെബ്സൈറ്റ്. അതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനനുസരിച്ചുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും കൊടുക്കുന്ന രജിസ്റ്റർ നമ്പറിനനുസരിച്ചുള്ള വെബ് പേജസാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിനർത്ഥം നിങ്ങൾ കൊടുക്കുന്നത് ഒരു ഇൻപുട്ടായി സ്വീകരിക്കുന്നു, അത് സെർവറിൽ പോയി അവിടെ ഒരു കോഡ് റൺ ചെയ്യുന്നു. അതിൻ്റെ ഫലമായി വെബ് പേജ് ചേഞ്ചായി നിങ്ങളുടെ ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അതാണ് ഡൈനാമിക് വെബ് പേജിൻ്റെ പ്രത്യേകത. ഇവിടെ സെർവർ സൈഡ് കോഡാണ് ഉപയോഗിക്കുന്നത്. വാട്ട് ഈസ് സെർവർ സൈഡ് കോഡ്? പ്രോഗ്രാം കോഡ് ദാറ്റ് റൺസ് ഓൺ ദ സെർവർ ഈസ് കോൾഡ് സെർവർ സൈഡ് കോഡ്. സെർവറിൽ റൺ ചെയ്യുന്ന പ്രോഗ്രാംസിന് അല്ലെങ്കിൽ കോഡ്സിന് പറയുന്ന പേരാണ് സെർവർ സൈഡ് കോഡ്. വെബ് സെർവറിൽ ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതിനെയാണ് സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഡൈനാമിക് പേജസ് എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യുന്നത് വെബ് സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമാണ്. നമുക്ക് ഒരു കമ്പാരിസൺ നോക്കാം. സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജസിൻ്റെ കമ്പാരിസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എക്സാമിന് ആവർത്തിച്ച് വരാറുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് വെബ് പേജസ് ആൻഡ് ഡൈനാമിക് വെബ് പേജസ്? അതുപോലെ വാട്ട് ഈസ് സ്റ്റാറ്റിക് വെബ് പേജ് ആൻഡ് വാട്ട് ഈസ് ഡൈനാമിക് വെബ് പേജ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് വരാറുണ്ട്. ഓക്കെ, നമുക്ക് അതിലേക്ക് കടക്കാം. ഇൻ സ്റ്റാറ്റിക് വെബ് പേജ് ദ കണ്ടൻറ്റ് ആൻഡ് ലേ ഔട്ട് ഓഫ് എ വെബ് പേജ് ഈസ് ഫിക്സ്ഡ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അവിടെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല, കണ്ടൻറ്റും ലേ ഔട്ടും ഫിക്സ്ഡ് ആണ്.
ഡൈനാമിക് വെബ് പേജ്. കണ്ടൻറ് ആൻഡ് ലേഔട്ട് മേ ചേഞ്ച് ഡ്യൂറിങ് റൺ ടൈം. നമ്മൾ ഒരു പേജ് ആക്സസ് ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടൻറ്റും ലേഔട്ടും മാറുന്നു. അതാണ് ഡൈനാമിക് വെബ് പേജിൻ്റെ പ്രത്യേകത. സെക്കൻഡ് പോയിന്റ് നോക്കാം. സ്റ്റാറ്റിക് വെബ് പേജസ് നെവർ യൂസ് ഡേറ്റാബേസസ്. സ്റ്റാറ്റിക് വെബ് പേജസ് റൺ ചെയ്യാൻ ഡേറ്റാബേസിൻ്റെ ആവശ്യം വരുന്നില്ല. എന്നാൽ ഡൈനാമിക് വെബ് പേജസ് യൂസസ് ഡേറ്റാബേസസ് ടു ജനറേറ്റ് ഡൈനാമിക് കണ്ടൻറ്റ്സ്. തേർഡ് പോയിന്റ്. സ്റ്റാറ്റിക് വെബ് പേജസ് ഡയറക്ട്ലി റൺ ഓൺ ദ ബ്രൗസർ ആൻഡ് ഡു നോട്ട് റിക്വയർ എനി സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം. സ്റ്റാറ്റിക് വെബ് പേജസ് റൺ ചെയ്യുന്നത് ബ്രൗസറിലാണ്. അതുകൊണ്ട് തന്നെ സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൻ്റെ ആവശ്യം വരുന്നില്ല. ഡൈനാമിക് വെബ് പേജിൻ്റെ കേസ് നോക്കാം. ഡൈനാമിക് വെബ് പേജ് റൺസ് ഓൺ ദി സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആൻഡ് ഡിസ്പ്ലേസ് ദി റിസൾട്ട്. ഡൈനാമിക് വെബ് പേജ് കാണണമെങ്കിൽ നമുക്ക് സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആവശ്യമാണ്. അതിലൂടെ മാത്രമേ നമുക്ക് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണാൻ സാധിക്കുകയുള്ളൂ. ഫോർത്ത് പോയിന്റ്. സ്റ്റാറ്റിക് വെബ് പേജസ് ആർ ഈസി ടു ഡെവലപ്പ്. വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റാറ്റിക് വെബ് പേജസ് തയ്യാറാക്കാൻ സാധിക്കും. എന്നാൽ ഡൈനാമിക് വെബ് പേജ് ഡെവലപ്മെൻറ്റ് റിക്വയർസ് പ്രോഗ്രാമിംഗ് സ്കിൽസ്. ഡൈനാമിക് വെബ് പേജ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രോഗ്രാമിംഗ് സ്കിൽസ് വേണം. കാരണം വെബ് സെർവറിനകത്ത് സെർവർ സൈഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിലൂടെയാണ് ഡൈനാമിക് പേജസ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ പ്രോഗ്രാമിംഗ് സ്കിൽസ് അത്യാവശ്യമാണ്.